ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റർലോസ് കുമരത്തിലേക്ക് സ്വാഗതം. നമ്മളൊരു ചെറിയ ഫിഷിംഗ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു കഷ്ണം വല കൊണ്ട് നമ്മളിന്ന് മീൻ പിടിക്കാൻ പോവാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ സൗഹൃദങ്ങൾക്കും എൻ്റർലോസ് കുമരത്തിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതൊരു വലയിടാൻ പോവാണ്. ഒരു ചെറിയ കഷ്ണം വലയാണ്, വള്ളത്തി വലയാണ്. 32 ഒരു ചെറിയ കഷ്ണം വല കൊണ്ട് നമ്മളിന്ന് മീൻ പിടിക്കാൻ പോവാണ്. അത് ഈ കിഴക്കൻ വെള്ളമൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നൊരു പതിവാണ്. അപ്പോൾ നമ്മുടെ കടവിൻ്റെ കുറുകെ ഇങ്ങനെ ഒരു വല എടുത്തിടും. എന്നിട്ട് എന്തെല്ലാം മീനുകളെ കിട്ടുമെന്ന് കാണിച്ചു തരാം. നമുക്ക് നേരത്തെയൊക്കെ പള്ളത്തിയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയങ്ങളുണ്ടായിരുന്നു. തോട്ടിലൊക്കെ ഏകദേശം വെള്ളത്തിന് ഒഴുക്കുണ്ട്, അതുപോലെ തന്നെ കൽക്കെട്ടിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് വെള്ളം. അപ്പോൾ നമുക്ക് ഈ ഒരു വലയിട്ടിട്ട് എന്ത് മീൻ കിട്ടുമെന്ന് കാണിച്ചു തരാം. ചിലപ്പം വ്യത്യസ്തമായ മീനുകളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിട്ടിട്ട് എന്തൊക്കെ മീനുകൾ കിട്ടുമെന്ന് കാണാം. കടവിൻ്റെ അപ്പുറം ഇപ്പുറം എത്തുന്ന രീതിയിൽ കിട്ടണം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വലയിട്ടിട്ടുണ്ട്. കടവിൻ്റെ രണ്ട് സൈഡിൽ എത്തുന്ന രീതിയിലാണ് ഓരോ ചെറിയ കഷ്ണം വലയിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ അല്പസമയം കഴിഞ്ഞ് പൊക്കുന്നുണ്ട്. ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് മീൻ കിട്ടുന്നതൊക്കെ നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിനടുത്തുള്ള പാലം വരെ വന്നേക്കുവാണ്. വെള്ളത്തിൻ്റെ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ മഴയൊക്കെ എങ്ങനെയുണ്ടെന്ന് പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെതായ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മുടെ പാലത്തിൻ്റെ തൊട്ട് അടുത്തിരിക്കുന്ന വീടുകളിലൊക്കെ അത്യാവശ്യം വഴിയിലൊക്കെ വെള്ളമുണ്ട്. വീടുകളിലൊന്നും വലിയ വലിയ വിഷയങ്ങളൊന്നും ഇല്ല വെള്ളത്തിൻ്റെതായിട്ടുള്ള. എന്നാലും തോടൊക്കെ കരകവിഞ്ഞ് ഒഴുകുവാണ്. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ നമ്മൾ പാലം ഇറങ്ങിയിട്ടുണ്ട്. പാലത്തിൻ്റെ ഇക്കരയിൽ നമ്മുടെ കോൺക്രീറ്റ് റോഡാണ് ഈ കാണുന്നത്. നമ്മൾ നടന്നു പോകുന്ന വഴിയാണിത്. ഇവിടെ എല്ലാം നല്ല വെള്ളമാണ്. ഏകദേശം വൈകുന്നേര സമയത്ത് ഏറ്റവിടെ കൊള്ളുമ്പോൾ നല്ല വെള്ളമാണ്, നല്ല ഒഴുക്കുമാണ്.
കൃഷി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ പാലം ഇറങ്ങുന്ന ഭാഗത്തൊക്കെയാണ് ഇച്ചിരി വെള്ളമുള്ളത്. മഴ കൂടിയാൽ നമുക്കത് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാകും. എന്നാലും നമ്മൾ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. തോട് ഏകദേശം നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മൾ വല പോയി പൊക്കിയിട്ട് കിട്ടുന്ന മീനുകളെ കാണിച്ചു തരാം. നമ്മുടെ ഇവിടെയൊക്കെ ഇതുപോലെ വെള്ളം വരുമ്പം പാടത്തിൻ്റെ പുറംപണ്ട് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ കട്ടയൊക്കെ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ അതിൽ കവിഞ്ഞ് വരുവാണെങ്കിൽ ഇതുപോലെ ചാക്കുകളാണ് നമ്മൾ വെക്കാറുള്ളത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വലയിട്ടിട്ട് കുറച്ച് സമയമായി. അപ്പോൾ അതേ വലയിൽ മീൻ ഉടക്കിയിട്ടുണ്ട്. ഒരു അറിഞ്ഞിലുണ്ട്. അതുപോലെ അതിന് താഴ്വശത്തായിട്ട് രണ്ട് മൂന്ന് പള്ളത്തയും ഉണ്ട്. ഇനി ഒരു ഐറ്റത്തോടെ ഞാൻ കാണിച്ചു തരാം. വെള്ളപ്പൊക്ക സമയത്ത് ചൂണ്ടയിട്ടപ്പോൾ നമുക്ക് കിട്ടിയായിരുന്നു. ഇത് ഗൗരാമിയാണ്. നല്ല രസമുള്ള, നല്ല കാണാൻ ഭംഗിയുള്ള 2 ഗൗരാമിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. നമുക്ക് 2-3 പള്ളത്തി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അറിഞ്ഞിലുണ്ട്. നമുക്ക് ആദ്യം ഗൗരാമി എടുക്കാം, അല്ലെങ്കിൽ അത് ചത്തുപോകും. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം കിട്ടിയ പോലത്തെ ഗൗരാമിയാണ്. ഇതിനധികം കളറൊന്നുമില്ല. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവോടുകൂടിയാണ് ഇത് കൂടുതലായിട്ട് കിട്ടുന്നത്. നമുക്ക് വെള്ളം ഒഴിച്ചാൽ നമുക്ക് അടുത്ത ഗൗരാമി എടുക്കാം. ഈ 32-ൻ്റെ പള്ളത്തി വല കഷ്ണം ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പതിയെ എടുക്കണം, അല്ലെങ്കിൽ ഇത് ചത്തുപോകും. നമുക്ക് അടുത്ത ഗൗരാമിയും അതേ സെയിം തന്നെയാണ്. കളറിലൊക്കെ അതുപോലെ തന്നെയാണ്. നല്ല വെള്ളി കളറുള്ള അറിഞ്ഞിലാണത്. ഒരു 100 പള്ളത്തിയോടൊക്കെ കിട്ടിയ സമയങ്ങളുണ്ട്. ഇതിനു മുൻപ് നമ്മളിതുപോലെ വലയിടുന്ന സമയത്ത് 100 പള്ളത്തി അല്ലെങ്കിൽ 150 പള്ളത്തിയൊക്കെ കിട്ടിയ സമയങ്ങളുണ്ട്. ഇപ്പം ഇത്തവണയൊക്കെ വെള്ളത്തിൻ്റെ മടുപ്പാണോ അറിയില്ല, മീനുകളൊക്കെ തൊട്ടി കുറവാണ്. കിട്ടുന്ന വെള്ളത്തിൽ നല്ല സൈസ് വെള്ളത്തിയാണ്. മഞ്ഞപ്പള്ളത്തിയാണെങ്കിലും കുറവാണെങ്കിൽ അത്യാവശ്യം സൈസാണ് കിട്ടും. വല തിരിക്കില്ല. നമുക്കിന്ന് കിട്ടിയതിൽ ഏറ്റവും അടിപൊളി ഒരു സംഭവമുണ്ട്. അറിഞ്ഞിലാണ്. ഇതങ്ങനെയൊന്നും വലകൾ കിട്ടാറുള്ളതല്ല. എന്നാലും നല്ല വെള്ളി കളറാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ 2 ഗൗരാമിയും നല്ല ഭംഗിയുള്ള നല്ല ഗൗരാമികൾ നമുക്ക് കിട്ടാറുണ്ട്. ഇതിൻ്റെ ഒരു കളർ എന്ന് വെച്ചാൽ ചിലപ്പോൾ കറുപ്പ് കളറ് കൂടുതലാണ് ഇതിന്. എന്നാലും ഇതിൻ്റെയൊക്കെ നല്ല മനോഹരമായ ഗൗരാമികൾ നമുക്ക് കിട്ടാറുണ്ട് വലയിൽ. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ മീൻ കിട്ടുമ്പോൾ അടുത്ത വ്ളോഗിൽ കാണിക്കാം. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ വ്യത്യസ്തമായ ഫിഷിംഗ് വീഡിയോസുമായി വീണ്ടും കാണാം.
അങ്ങനെ നമുക്ക് കിട്ടിയ മീനുകളാണ്. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുള്ളൂ ഈ ഒരു വല ഇട്ടിട്ട്. അതുകൊണ്ടാണ് ഇത്രയും മീൻ കുറവ്. എന്തായാലും കൂടുതൽ സമയങ്ങൾ കിടക്കുമ്പോൾ ഒരുപാട് മീനുകൾ കിട്ടും. അപ്പോൾ ഈ പള്ളത്തിയൊക്കെ ജീവനുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ വല എടുത്തതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. നമുക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ തിരിച്ചാണ് എടുക്കുന്നതെങ്കിൽ അതിനൊക്കെ ഓരോ വശങ്ങളുണ്ട്. വലയിൽ നിന്ന് മീനെടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. അത് നമ്മുടെ ഒരു പഴയ വീഡിയോയിലുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതിലും കിടിലൻ പവർ വീഡിയോസുമായി അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ നിരിദാസ്, എൻആർലോസ് കുമരം. ബൈ.